ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറെ വിവരങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് മലയാളത്തിലെ ഏതാനും സിനിമാ നടികൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ ശരാശരി മലയാളിയെ അമ്പരപ്പിക്കുന്നത് ചില്ലറയല്ല. ഈ ലോകം വിട്ട് പരലോകത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന 3 അത്ഭുതങ്ങളിലൊന്ന് ഇവരെല്ലാം എങ്ങനെ ഇവിടെ വന്നു എന്ന ചോദ്യമാണെന്ന് വായിച്ചിട്ടുണ്ട്. ശരാശരി മലയാളി അത്ഭുതപ്പെട്ടു പോവുകയാണ്. അന്തസ്സിന്റെയും ഉറച്ച കുടുംബ ബന്ധങ്ങളുടെയും ഉടമകൾ എന്ന് കരുതപ്പെട്ടിരുന്ന സിദ്ദിഖും ജയസൂര്യയും മണിയൻ പിള്ള രാജുവും എല്ലാം വേട്ടക്കാരുടെ പട്ടികയിൽ പെട്ടിരിക്കുന്നു. ഇതോടെ ഈ മേഖലയിൽ നല്ലവരായി ഇനി ആരുണ്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത്. സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയുടെ ആത്മഹത്യ മുതലുള്ള കാര്യങ്ങൾ സംശയത്തിന്റെ നിഴലിലായി. സിനിമാ നടന്മാരുടെ സംഘടനയുടെ പ്രസിഡന്റ് കിരീടം ഊരിവെച്ച് പടിയിറങ്ങുന്നതിന് മുൻപ് പറഞ്ഞതായി പുറത്തുവന്ന ഒരു അപകട സൂചന വല്ലാത്തതാണ്. ഇനിയും ആക്രമണങ്ങൾ വരാം എന്നാണ് അദ്ദേഹം പറഞ്ഞതായി പ്രചരിച്ചിരിക്കുന്ന അപകട സൂചന. അതായത് അദ്ദേഹം പലതും ഭയപ്പെടുന്നുണ്ടെന്ന്. വാസ്തവത്തിൽ മുകേഷിനെയോ രഞ്ജിത്തിനെയോ കുറിച്ച് അടക്കം ഇതുവരെ പുറത്തു വന്നതൊന്നും ഹേമ കമ്മിറ്റി കണ്ടെത്തിയ കഥകളാണോ എന്ന് ഉറപ്പില്ല. അല്ലാത്തവ എന്ന് കരുതാനാണ് ന്യായം. എങ്കിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ 65 പേജും അതിലെ വില്ലന്മാരുടെ വിവരങ്ങളും കൂടി പുറത്തു വരുമ്പോഴോ? ആ പേജുകളെ കുറിച്ച് പ്രചരിക്കുന്ന ഊഹാപോഹങ്ങളിൽ സർക്കാരിലെ പ്രമുഖരും ഉണ്ട്. ഓരോ വേട്ടക്കാരനെയും കുറിച്ച് ചില ഇരകൾ പറയുന്നത് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹം ഇവരോട് മാത്രം മോശമായി പെരുമാറി എന്നും മറ്റുള്ള ആരോടും അങ്ങനെ പെരുമാറിയിട്ടില്ല എന്നും എങ്ങനെ കരുതും? അതായത് മറിച്ചുള്ള സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ഇവരെക്കുറിച്ച് പോലും കൂടുതൽ ആരോപണങ്ങൾ വരാം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴമ്പുള്ള ആരോപണങ്ങളിൽ ശക്തമായ നടപടികൾ എടുക്കുന്നത് പോലെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ച് രസിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്കെതിരെയും കർശനമായ നടപടികൾ ഉണ്ടാകണം. കോഴക്കേസിൽപ്പെട്ട ക്രിക്കറ്റർമാർക്ക് ഉണ്ടായതുപോലെ സിനിമയിൽ നിന്നും ആജീവനാന്ത വിലക്ക് വരെയുള്ള നടപടികൾ സാധിക്കുമോ എന്ന് ആലോചിക്കണം. ആരെങ്കിലും 4 പേർ മാറി നിന്നതുകൊണ്ട് മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല. കാതുകുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ സിനിമാ മേഖലയിൽ സത്യമായും സംഭവിക്കുന്നു എന്ന് അടിവരയിടുന്ന ഏക തിന്മയല്ല ലൈംഗിക അതിക്രമങ്ങൾ. ഇതിലെ വേട്ടക്കാരെ നഗ്നരാക്കി നിർത്തി ആക്രമിക്കുന്നത് മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടുന്ന സംഭവമാണ്. പക്ഷെ മാധ്യമ ഹൗസുകളിൽ ഉയർന്ന ഇത്തരം ലൈംഗിക ആരോപണ കഥകളില്ലേ? ഏതെങ്കിലും മാധ്യമത്തിലെ സ്ത്രീ പീഡന കഥ ആരെങ്കിലും അറിഞ്ഞു? പരാതി പറഞ്ഞ ജേർണലിസ്റ്റുകൾക്കല്ലേ ശിക്ഷ ഉണ്ടായത്? ഇന്ത്യയിലെ അതിപ്രഗത്ഭരായ ചില പത്രാധിപന്മാർ ജയിലിലായ കഥ ആരാണ് മറന്നത്? അനർഹമായ പ്രൊമോഷനുകളും പോസ്റ്റിങ്ങുകളും ഒക്കെ സമ്പാദിക്കുവാൻ എന്തിനും തയ്യാറാകുന്ന വനിതകളും ഉണ്ടെന്നത് സത്യമല്ലേ? IT മേഖലയിൽ നടക്കുന്ന ദുരുപയോഗങ്ങളെക്കുറിച്ചും എന്തെല്ലാം വിവരങ്ങളാണ് പുറത്തുവരുന്നത്? സിനിമയിലെ നടികൾ തയ്യാറായതുപോലെ തുറന്നു പറയാൻ ഇരകൾ തയ്യാറാകാത്ത എത്രയോ മേഖലകൾ ഉണ്ട്. ഏതോ ഒരു പ്രമുഖ നടന്റെ പേര് വെളിപ്പെടുത്തരുതെന്ന് മക്കൾ കേണു പറഞ്ഞതായി ഒരു നടി ചാനലിൽ പറഞ്ഞില്ലേ? ഇത്തരം തടസ്സങ്ങളടക്കം പലതും ഉണ്ടാകുന്നില്ലേ? ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച അടുത്ത തിന്മ മയക്കുമരുന്നിന്റെ ഉപയോഗമാണ്. സമൂഹത്തെ തലമുറയെ നശിപ്പിക്കുന്ന ഈ തിന്മയ്ക്കെതിരെ എന്തേ ആരും ഒന്നും പറയുന്നില്ല? ഒരു അന്വേഷണവും നടക്കുന്നില്ല. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ മയക്കുമരുന്നിന് അടിമകളായ നടന്മാരുടെ പേരില്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞ നടന്മാരുടെ പ്രസ്താവനകൾ തെളിവാക്കി അന്വേഷണം ആരംഭിച്ചാൽ ഇതിലെ കണ്ണികൾ ഒന്നൊന്നായി പുറത്തുവരില്ലേ? മയക്കുമരുന്ന് ഉപയോഗം വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ. ഉൽപാദകനിൽ നിന്നും ഉപഭോക്താവിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുടെ കണ്ണികൾ വളരെ വലുതല്ലേ? ഈ കണ്ണികളെ പിടികൂടാനായാൽ സമൂഹത്തിലെ തന്നെ മയക്കുമരുന്ന് വ്യാപനത്തെ വല്ലാതെ നിയന്ത്രിക്കാനാവും. ലൈംഗിക ദുരുപയോഗങ്ങളുടെ കഥകൾ അന്വേഷിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പോലെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് അന്വേഷിക്കുവാനും ഒരു പോലീസ് ടീം ഉണ്ടാകണം. അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കണം. സമൂഹത്തെ ഇല്ലാതാക്കുന്ന ഈ തിന്മകളുടെ കണ്ണികൾ പുറത്തുവരട്ടെ. നാലര കൊല്ലമായി സർക്കാർ ഒളിച്ചുവെച്ച റിപ്പോർട്ട് പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ പല നടികളും ധീരമായി മുന്നോട്ട് വന്നതുകൊണ്ട് എത്ര കഥകളാണ് പുറത്തുവരുന്നത്? എത്ര മുഖംമൂടികളാണ് അഴിഞ്ഞു വീഴുന്നത്? സിനിമാക്കാരെ കുറിച്ച് പലതും കേട്ടിട്ടുണ്ടെങ്കിലും ഇവരെല്ലാം ഇത്തരക്കാരാണോ എന്ന് സാധാരണ ജനം നിലവിളിച്ചു പോകുന്ന സംഭവങ്ങളുടെ കഥകളല്ലേ
ഓരോ ദിവസവും പുറത്തുവരുന്നത്. ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് അടയിരുന്ന സർക്കാരിന് ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കേണ്ടി വന്നു. അവരുടെ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷന്റെ പോലും തല രക്ഷിക്കാൻ ആയില്ല. സിനിമാ താരങ്ങളുടെ സംഘടന കഴുത്തൊടിഞ്ഞ് നിലം പറ്റി. സംഘടനയിൽ തന്നെ 2 ചേരികൾ ഉണ്ടെന്ന് വ്യക്തവുമായി. നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായി നിൽക്കുന്ന MLA രക്ഷിക്കുവാൻ സാധിക്കുമോ എന്ന അന്വേഷണത്തിലാണ്. നേരത്തെ ഇത്തരം ആരോപണമുണ്ടായ നില ലോഹിദാസൻ നാടാരോ, ജോസ് തെറ്റയിലോ, അടുത്ത കാലത്ത് പ്രതികളായ കോൺഗ്രസിലെ എൽദോസ് കുന്നപ്പള്ളിയോ, M വിൻസെന്റോ MLA സ്ഥാനം രാജിവെച്ചോ എന്ന ചോദ്യത്തിലൂടെ മുകേഷിനെ രക്ഷിക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത്. ജനതാദളിന്റെയോ കോൺഗ്രസിന്റെ തന്നെയോ നിലപാടുകളാണോ സ്ത്രീപീഡന വിഷയത്തിൽ CPM-ന് ഉള്ളത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പലരുടെയും തലകൾ ഇനിയും ഉരുളാനുള്ള സാധ്യതകളാണ് ഇപ്പോഴുള്ളത്. ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച 15 അംഗ പവർ ഗ്രൂപ്പിന്റെ പേരുകൾ പുറത്തുവരുമ്പോൾ എങ്കിലും വല്ലതും സംഭവിക്കില്ലേ? ഈ വ്യാഴാഴ്ച വരെ 18 കേസുകൾ അന്വേഷണ സംഘത്തിന് കിട്ടി. മൊഴി എടുത്ത് പലരും മുൻകൂർ ജാമ്യത്തിനായി ഓട്ടം തുടങ്ങി. ഇത്രയും ബുദ്ധിമുട്ടുകളിലേക്ക് പലരെയും നയിച്ചത് കഥയില്ലാത്ത കഥകൾ പറഞ്ഞെന്ന് കണ്ടാൽ ആരോപണം ഉന്നയിക്കുന്നവരെയും വെറുതെ വിടരുത്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും 1-2 പേർ പറഞ്ഞ കഥകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇവർ ആ ഒരാളെ മാത്രമാണ് ആക്രമിച്ചിട്ടുള്ളതെന്ന് എങ്ങനെ കരുതും? ഇനിയും കഥകൾ വരില്ലെന്ന് എങ്ങനെ കരുതും? ഇനിയും ആക്രമണങ്ങൾ വരും എന്ന് സംഘടനയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞതായി വാർത്തയുണ്ട്. ചില സംഭവങ്ങൾ പ്രസിഡന്റ് പറഞ്ഞ് ഒതുക്കിയതായും ചിലർ പറഞ്ഞതായി വായിച്ചു. സ്ത്രീപീഡന കേസുകൾ അറിഞ്ഞാൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന നിയമം അദ്ദേഹം ലംഘിച്ചിരിക്കുകയല്ലേ? കൂടുതൽ വിവരണങ്ങൾ വരുമ്പോൾ കൂടുതൽ പ്രതികളും കൂട്ടുപ്രതികളും ഉണ്ടാകാനാണ് ഇട. എത്രയോ ആരോപണങ്ങളെ അതിജീവിച്ചവരാണ് ഇന്ന് വീണ്ടും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരിൽ പലരും. ഇപ്പോൾ സ്ത്രീപക്ഷക്കാർ ഏറെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന മുകേഷിന്റെ കഥ എടുക്കുക. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയും അദ്ദേഹത്തിന്റെ 2 മക്കളുടെ അമ്മയുമായ പ്രശസ്ത സിനിമാ നടി സരിത അദ്ദേഹത്തെക്കുറിച്ച് പരസ്യമായി പറഞ്ഞതെല്ലാം മറന്നുപോയോ? ഈ സ്ത്രീപക്ഷക്കാർ അന്ന് എവിടെയായിരുന്നു? 9 മാസം ഗർഭമുണ്ടായിരുന്നപ്പോൾ നടത്തിയ കായികമായ ആക്രമണത്തെക്കുറിച്ച് പോലും അന്ന് സരിത പറഞ്ഞു. കേസിന് പോയാൽ പോലീസിലും കോടതിയിലും എല്ലാം തനിക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് സരിതയെ ശരിയാക്കും എന്ന് ഭീഷണിപ്പെടുത്തിയതായി അന്ന് സരിത പറഞ്ഞില്ലേ? അന്യ സ്ത്രീകളെ വീട്ടിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചടക്കം എന്തെല്ലാം ആരോപണങ്ങൾ! മുകേഷിന്റെ 2ാം ഭാര്യയും അത്ര നല്ല വാക്കുകളോടെയല്ലല്ലോ പടിയിറങ്ങിയത്. ഈ ആരോപണങ്ങളെല്ലാം ഉണ്ടായിരുന്നപ്പോഴല്ലേ വലിയ സ്ത്രീപക്ഷക്കാരായ CPM മുകേഷിന് കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കിയത്? അതും PK ഗുരുദാസിനെ പോലെ ഒരു നേതാവിന് പകരം. CPM-ന് സാധ്യത ഇല്ലാത്ത സീറ്റ് പിടിച്ചെടുക്കാൻ ഒരു സിനിമാ താരത്തെ നിർത്തി പരീക്ഷിച്ചതല്ലോ. ഗുരുദാസൻ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിലല്ലേ CPM അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്? ഇപ്പോൾ പുതിയ കുറെ ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹം രാജിവെക്കണമെന്ന് പറയാൻ പാർട്ടിക്ക് എങ്ങനെ സാധിക്കും? തെരഞ്ഞെടുത്ത ജനത്തിന് എങ്ങനെ സാധിക്കും? സമൂഹത്തിലെ പൊതുബോധം സൃഷ്ടിക്കുന്ന മാധ്യമങ്ങൾ ഇക്കിളിപ്പെടുത്തുന്ന കഥകളിലൂടെ ആരംഭിച്ച നിലക്കച്ചവടം ഇന്ന് മിക്കവാറും സിനിമകളെ ലംഘിക്കുന്ന നിലയിലായി. വായനക്കാരെ ആകർഷിച്ചു നിർത്താൻ സിനിമാക്കാരുടെ കഥകൾ. ആ സിനിമാക്കാരനോ കാരിയോ വ്യക്തിജീവിതത്തിൽ എത്ര ഹീനമായ പ്രവൃത്തി ചെയ്യുന്നവനാണെന്ന് അറിഞ്ഞാലും അവരെക്കുറിച്ച് ഫീച്ചറും അവർ നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്ന അപ്പകഷ്ണങ്ങളെക്കുറിച്ചുള്ള ഹ്യൂമൻ സ്റ്റോറികളും കൊണ്ട് പേജുകൾ നിറയ്ക്കുന്നു. പണ്ടൊരിക്കൽ മാവാരികകൾ എന്ന് പറയുന്ന കൂട്ടർ സമൂഹത്തിൽ ഉണ്ടാക്കിയ കച്ചവട അന്തരീക്ഷം ഇന്ന് ദൃശ്യഭംഗിയോടെയാക്കി. അക്കാലത്ത് പ്രശസ്ത സാഹിത്യകാരനായ ഉറൂബ് എഴുതിയ വാക്കുകൾ ഓർക്കുന്നു. 2 മാവാരികകൾ തമ്മിൽ ഇത്തരം കാര്യത്തിൽ നടത്തുന്ന വാശിയോടെയുള്ള മത്സരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഒന്ന് ഒരു പാവപ്പെട്ട വാരികയാണ്. അത് ജീവിക്കാൻ വേണ്ടി വ്യഭിചരിക്കുന്നു. അടുത്തത് കൂറ്റൻ ഗ്രൂപ്പിന്റെ വാരികയാണ്. അവർ പണം ഉണ്ടാക്കുവാൻ വേണ്ടി വ്യഭിചരിക്കുന്നു. ഇത്തരം നിരീക്ഷണങ്ങൾ ഒക്കെ ഉണ്ടായെങ്കിലും മഹാവാശിയോടെ തുടർന്നു. ചാരായത്തിൽ നിന്നും മയക്കുമരുന്നിലേക്ക് മാറുന്നതുപോലെ സമൂഹം കൂടിയ സാധനങ്ങളിലേക്ക് മാറി. അതുകൊണ്ട് ഈ ദുസ്ഥിതിയിൽ എത്തിച്ചതിന്റെ പാപഭാരത്തിൽ നിന്നും മാധ്യമങ്ങൾക്ക് മാറി നിൽക്കാനാവില്ല. കാണാൻ ചേലുള്ള പെൺകുട്ടികളുടെ മാദക ചിത്രങ്ങൾ കൊടുക്കുവാൻ ഫീച്ചർ ഉണ്ടാക്കുന്ന ജേർണലിസം സമൂഹത്തെ മലിനമാക്കുന്നു.
തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉണ്ടാക്കുവാൻ മാദക പരസ്യം കൊടുക്കുന്ന വ്യവസായികളും സമൂഹത്തിന്റെ അപജയത്തിന് ഉത്തരവാദികളാണ്. വസ്ത്രം ധരിക്കുന്നത് ശരീരത്തിലെ ചില ഭാഗങ്ങളിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനാണെന്ന് തോന്നുന്ന വസ്ത്രങ്ങളുമായി എത്തുന്ന താരങ്ങൾ യജമാന്റെ ആവശ്യപ്രകാരം മുൻവശം മാത്രമല്ല പിറകുവശവും കാണിക്കുന്നവർ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? മതനേതാക്കൾ പോലും ഇന്ന് ഈ അപജയത്തിൽ വീണിരിക്കുന്നു. അമ്പലങ്ങളിലെയും പള്ളികളിലെയും പോലും പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ താരങ്ങളെ കൊണ്ടുവരുന്നവർ മാത്രമല്ല, ഇക്കൂട്ടർ നടത്തുന്ന സ്ഥാപനങ്ങളിലെ പരിപാടികൾക്ക് കൊണ്ടുവരുന്ന നടിമാർ പോലും അല്പവസ്ത്രധാരികളായി എത്തുന്നതിൽ പ്രതിഷേധിക്കുന്നു പോലും ഇല്ല. അവർ മാധ്യമങ്ങളെ കാണുമ്പോൾ തന്റെ കൂടി ചിത്രം വരട്ടെ എന്ന മട്ടിൽ ചേർന്നു നിൽക്കുകയും ചെയ്യുന്നത് കാണാറില്ലേ? ക്രൈസ്തവ നിയമത്തിന് നിരക്കാത്ത വിധം വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന എത്രയോ നടിമാരുടെ വിവാഹമാണ് പള്ളികളിൽ ആശീർവദിച്ചത്. അമ്പലത്തിലെ വിവാഹത്തിന് ശേഷം പള്ളിയിൽ വിവാഹം കഴിക്കാൻ വരുന്നവർക്ക് അവിടെയും ആഘോഷമായ ചടങ്ങ് ഒരുക്കുന്നവർ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനെയാണ്? ഒരു നടൻ ക്രൈസ്തവ നിയമപ്രകാരം വിവാഹം കഴിച്ച് ആ സ്ത്രീയെ വിട്ട് വേറൊരു സിനിമാ നടിയെ വിവാഹം ചെയ്തു. അവരിലും മക്കളായി. ഇപ്പോൾ മറ്റൊരു നടിയെ ഉപദ്രവിച്ചതായി പരാതിയും വന്നിരിക്കുന്നു. ആദ്യ ഭാര്യയിലെ മക്കളുടെ വിവാഹത്തിന് അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ചടങ്ങുകൾ നടത്താൻ എത്തുന്നു. അത്തരം അന്തരീക്ഷം ഒരുക്കുന്നവർ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? സ്ത്രീകൾക്ക് ദുരാരോപണങ്ങൾ പോലും ഉന്നയിക്കുന്നതിന് അവകാശം കൊടുക്കുന്ന വിധം വ്യാഖ്യാനിക്കാവുന്ന സ്ത്രീപക്ഷ നിയമങ്ങളും മാറണം. ഒരു നടനെതിരെ തന്നോട് വളരെ മോശമായി പ്രവർത്തിച്ചു എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ നടി പോലീസിൽ പരാതി കൊടുത്താൽ പിന്നെ അവരുടെ പേരോ ഫോട്ടോയോ പ്രസിദ്ധീകരിച്ചുകൂടാ എന്ന വിലക്ക് തിന്മയുടെ ശക്തികൾ ശരിക്കും മുതലാക്കുന്ന ആയുധങ്ങളാണ്. അടുത്ത കാലത്ത് കൊച്ചിയിൽ അവിഹിത ബന്ധത്തിൽ ഉണ്ടായ ഒരു കുഞ്ഞിനെ കാർഡ്ബോർഡ് പെട്ടിയിലാക്കി പൊതുനിരത്തിലേക്ക് വലിച്ചെറിഞ്ഞ കഥാപാത്രം പോലീസ് ഭാഷയിൽ അതിജീവിതയായി അവരുടെ സ്വകാര്യത വല്ലാതെ മാനിക്കപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ ആലപ്പുഴയിലും സംഭവിച്ചു. പ്രസവിച്ച സ്ത്രീ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടറാണ് വിവരം പോലീസിൽ അറിയിച്ചതും പിറന്ന കുഞ്ഞിന്റെ കൊലപാതക വിവരം പുറത്താകുന്നതും. അവരെല്ലാം സ്ത്രീപക്ഷ നിയമത്തിന്റെ പരിരക്ഷയിൽ ഒളിഞ്ഞിരിക്കുന്നത് കൊലപാതകികൾക്ക് സംരക്ഷണം കൊടുക്കുകയല്ലേ? കൊലപാതകികളെ സംരക്ഷിക്കുന്ന ഇത്തരം നിയമങ്ങളും മാറണം. സ്ത്രീ വിമോചനം എന്നാൽ പുരുഷൻ കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും അതിനേക്കാൾ ഭീകരമായി കാണിക്കുന്നതാണ് എന്ന് കരുതുന്ന വിമോചന സങ്കല്പത്തിലും മാറ്റം വരണം. അടുത്ത കാലത്ത് സ്ത്രീപക്ഷ നിയമങ്ങളെ വെല്ലുവിളിച്ച് ഒരു സിനിമാ പ്രവർത്തകൻ പരസ്യമായി പരാതിക്കാരിയുടെ പേര് വിവരം പുറത്തു പറഞ്ഞത് മറക്കാനാവുമോ? നിർമ്മാതാവും നടനും സംവിധായകനുമായ വിജയ് ബാബുവാണ് ഈ സാഹസത്തിന് മുതിർന്നത്. അദ്ദേഹത്തോടൊപ്പം ജീവിച്ച ആ നടി ഉഭയസമ്മത പ്രകാരമാണ് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടതെന്ന് വിജയ് ബാബു സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. അന്ന് മാധ്യമങ്ങൾ വിജയ് ബാബുവിന് എതിരായിരുന്നു. ഇങ്ങനെ ചെയ്താലും പേര് വെളിപ്പെടുത്തരുതെന്ന്. നിയമ നടപടികൾ വരുമെന്നതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഉഭയസമ്മത പ്രകാരം വർഷങ്ങളായി ഒന്നിച്ചു താമസിച്ച സ്ത്രീ ഇരയും അതിജീവിതയുമായി. സിനിമയിൽ റോളുകൾ കിട്ടാൻ വേണ്ടി താൻ സമ്മതിച്ചതാണ് ആദ്യമൊക്കെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടതെന്ന് നടിയും സമ്മതിച്ചു. വിജയ് ബാബുവിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയിൽ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക വീഴ്ചയെ ബലാത്സംഗമായി കണക്കാക്കാനാവില്ല എന്ന് വ്യക്തമാക്കി. വിജയ് ബാബുവിനെതിരെ മറ്റൊരു വനിതാ നിർമ്മാതാവും കായികമായ അതിക്രമത്തിന് ആരോപണം ഉന്നയിച്ചിരുന്നു. ഒമർ ലുലു എന്ന സംവിധായകനെതിരെ വന്ന പരാതിയിലും ഒമർ ലുലു വിവാഹിതനാണെന്ന വിവരം ഒളിച്ചുവെച്ച് തന്നെ വിവാഹം കഴിക്കാം എന്ന് സമ്മതിച്ച് ലൈംഗിക വീഴ്ചയ്ക്ക് പ്രേരിപ്പിച്ചതായും തനിക്ക് മയക്കുമരുന്ന് കലർത്തിയ പാനീയം കുടിക്കാൻ തന്നതായും നടി ആരോപിച്ചു. 2022 മുതൽ തന്നോട് ഒപ്പം ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന സ്ത്രീയാണ് പരാതിക്കാരിയെന്ന് ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്തിയ ഒമർ ലുലുവിനും മുൻകൂർ ജാമ്യം ലഭിച്ചു. ലൈംഗിക വീഴ്ചയെക്കുറിച്ചുള്ള ആരോപണം എന്തായാലും ഒമർ ലുലുവിനെതിരായ മയക്കുമരുന്ന് ഉപയോഗ ആരോപണങ്ങൾ അവഗണിക്കപ്പെടരുത്. അദ്ദേഹത്തിനെതിരെ പാലാരിവട്ടം പോലീസ് മയക്കുമരുന്ന് കേസ് എടുത്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരി പോലീസിന് കേസ് കൈമാറുകയും ചെയ്തു. കേസ് അന്വേഷണം എവിടെ വരെ എത്തി എന്ന് ആർക്കും അറിയില്ല. ഇതാണ് പോലീസ് സമൂഹത്തോട് കാണിക്കുന്ന വലിയ ക്രൂരത. വിവാഹം കഴിക്കാം എന്ന് പുരുഷൻ നൽകുന്ന വാഗ്ദാനം വിശ്വസിച്ച് ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കുന്നു എന്ന് പറയുന്നവർ കൂടി വരുന്നു. ഇത്തരം നിരവധി പരാതികൾ ഉയരുന്നുണ്ട്. 4-5 വർഷം ഒന്നിച്ചു ജീവിച്ച ശേഷം പിരിയുമ്പോൾ പോലും പറയുന്ന ന്യായമാണിത്.
കോടതികൾ ഇക്കാര്യത്തിൽ പുരുഷന് അനുകൂലമായ നിലപാടാണ് പൊതുവെ സ്വീകരിക്കുന്നത്. ലോക സിനിമ ലണ്ടനിൽ ആരംഭിച്ച കാലം മുതൽ ഇങ്ങനെയാണ് നടന്നതെന്നും അത് എല്ലാ കാലത്തും നടക്കുമെന്നും പറയുന്നവർ, പണ്ട് പരസ്പര സമ്മതത്തോടെ മലയാള സിനിമയിലും ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരൊക്കെ ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ഒരു ശുദ്ധീകരണ ദാഹത്തിന് തടസ്സം നിൽക്കുകയാണ്. ഭർത്താവുള്ള സ്ത്രീയുടെ പിന്നാലെ നടന്ന് വശീകരിച്ച് വിവാഹം പോലും കഴിക്കാതെ ജീവിക്കുന്ന ഗായകൻ, ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് പല സ്ത്രീകളുടെ പിന്നാലെ നടക്കുന്ന സംഗീത സംവിധായകൻ, ഭാര്യയും മക്കളും ഉണ്ടായിരിക്കെ മറ്റൊരു സ്ത്രീയിൽ മകളുണ്ടാവുകയും അവൾ തന്റെ മകളാണെന്ന് സമ്മതിക്കുകയും ചെയ്ത പ്രമുഖ നടൻ, പ്രശസ്തയായ ഭാര്യ ഉണ്ടായിരിക്കെ വേറൊരാളുമായി വിവാഹം കഴിച്ച ഒരു നടിയുടെ ആ കുടുംബം തകർത്ത് അവളുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് ആരോപണ വിധേയനാവുകയും പിൻകാലത്ത് ഭാര്യയിൽ നിന്നും വിവാഹമോചനം നേടി ആരോപണ വിധേയനായ നടിയെ വിവാഹം കഴിക്കുകയും ചെയ്ത നടൻ, ഇങ്ങനെ പരസ്യമായി വന്ന അപജയ കഥകൾ തന്നെ എത്രയാണുള്ളത്. പണ്ടൊക്കെ തങ്ങളുടെ പ്രേക്ഷകർ പ്രതികരിക്കും എന്ന ഭയത്തിൽ പലതും ചെയ്യാൻ നടന്മാർ മടിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകരുടെ നടന്മാർ അവരുടെ കുടുംബ ബന്ധങ്ങൾ സംബന്ധിച്ച പരസ്യമായി ആക്ഷേപം ഉണ്ടാകാതെ സൂക്ഷിച്ചിരുന്നു. ഇത്തരം പ്രതികരണങ്ങൾക്ക് സമൂഹം തയ്യാറാകുന്നില്ല എന്ന ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷവും ഇത്തരം അപജയങ്ങളെ സഹായിക്കുന്നു. കോടതിക്ക് പോലും പരിമിതികളുണ്ട്. ലോകത്തിലെ ഏറ്റവും പണച്ചെലവുള്ള അഭ്യാസമല്ലേ ഇന്ന് നീതി നിർവഹണം? അഭിഭാഷകർക്കുള്ള ഫീസ്, കോടതി നടപടികൾക്കായി മാറ്റിവെക്കേണ്ടി വരുന്ന സമയം, ഒരു നല്ല കേസുണ്ടായാൽ കോടതി വരാന്തയിൽ തീരില്ലേ ജീവിതം? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാനും അതിനെ തുടർന്ന് വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാനും ഇനിയും അക്രമം ഉണ്ടാകും എന്ന ഭീതിയിൽ സിനിമാ നടന്മാരുടെ സംഘടന തന്നെ ഒന്നടങ്കം രാജിവെച്ചതും എല്ലാം കാരണമായ 2017 ദുരന്ത നായികയുടെ കേസ് 2024 തീർപ്പാകാതെ തുടരുകയല്ലേ? ഇപ്പോൾ പുറത്തുവരുന്ന കേസുകളുടെ കാര്യത്തിലും ഇങ്ങനെയല്ലേ സംഭവിക്കുക എന്ന് ആർക്ക് പറയാനാവും? നൂറ്റാണ്ടുകളായി പരിഷ്കൃത സമൂഹം വിശ്വസിച്ചു വരുന്ന ഏകഭാര്യ ദർശനവും വിവാഹേതര ലൈംഗിക വീഴ്ചകൾ തെറ്റെന്ന ബോധ്യവും തിരിച്ചുവരാതെ ഇത്തരം അപജയങ്ങൾ എങ്ങനെ ഇല്ലാതാവും? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറെ വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് മലയാളത്തിലെ സിനിമാ നടന്മാരെ കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങളും അതേക്കുറിച്ചുള്ള പ്രതികരണങ്ങളും അതിന്റെ വെളിച്ചത്തിൽ മലയാള സിനിമയിൽ ഒരു ശുദ്ധീകരണം വേണം എന്ന് ഉയരുന്ന നിലവിളികളും നല്ല സൂചനകളാണ്. പക്ഷേ അവ ആത്മാർത്ഥത ഉള്ളവയാണോ? അങ്ങനെയെങ്കിൽ അടുത്ത കാലത്തായി പൊതുസമൂഹത്തിലെ പ്രമാണിമാർ ഹൃദയത്തോട് ചേർക്കുന്ന കുറെ വിശ്വാസ പ്രമാണങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായുണ്ട്. അതിൽ ഒന്നാം പ്രമാണമെന്ന് കരുതാവുന്ന എന്റെ ശരീരം എനിക്കിഷ്ടം പോലെ ഉപയോഗിക്കാം എന്ന് കോടതികൾ വരെ അംഗീകരിക്കുന്ന പ്രമാണമാണ്. ഈ പ്രമാണം നിലനിൽക്കുന്നിടത്തോളം കാലം വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ നിർബാധം നടക്കും. പരസ്പര സമ്മതപ്രകാരവും ചിലപ്പോൾ അങ്ങനെയല്ലാതെയും. ഞാൻ വാതിലിൽ മുട്ടുന്ന സ്ത്രീ സമ്മതത്തോടെ തുറന്നു തരുന്നവളോ എന്ന് അറിയാനാണ് മുട്ടിയത് എന്ന് വാദിക്കാൻ ഏത് പുരുഷനാണ് സാധിക്കാത്തത്? പരസ്പര സമ്മതപ്രകാരവും ചിലപ്പോൾ അങ്ങനെയല്ലാതെയും. ഞാൻ വാതിലിൽ മുട്ടുന്ന സ്ത്രീ സമ്മതത്തോടെ തുറന്നു തരുന്നവളോ എന്ന് അറിയാനാണ് മുട്ടിയത് എന്ന് വാദിക്കാൻ ഏത് പുരുഷനാണ് സാധിക്കാത്തത്? മുറി തുറന്നു തന്നില്ല, ഞാൻ തിരിച്ചു പോന്നു എന്ന് പറഞ്ഞുകൂടെ? അമ്മയ്ക്കോ ഫെഫ്കയ്ക്കോ സർക്കാരിന് പോലുമോ ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാനാവുക? തങ്ങൾ ചെയ്തതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് എങ്ങനെ മാനസാന്തരം ഉണ്ടാവും? ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്നുള്ള വിശുദ്ധ വചനവും കൂടുതൽ അന്വർത്ഥമാകുന്നതിന്റെ അടയാളങ്ങൾ കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്ന് പറഞ്ഞുവരുന്ന അതിലെ പോലും ഇല്ലാത്ത കഥകളും എന്ന് കരുതുവാനും ന്യായമുണ്ട്. പിടിക്കപ്പെടുന്നില്ല എന്ന ധാരണയിൽ നേരം പുലരുവോളം കട്ടുകൊണ്ടിരുന്ന പലരും പിടിക്കപ്പെടുന്നു. ഇനിയും ഉണ്ടാവും. അക്കൂട്ടത്തിൽ ശുദ്ധാത്മാക്കളും പെട്ടുപോകാം. ഭാരതത്തിലെ കോടതി വിധികൾ നിയമത്തെക്കാളധികം ജഡ്ജിമാരുടെ വ്യക്തിപരമായ വ്യാഖ്യാനങ്ങളുടെ ഫലമാകുന്നുണ്ടോ? കുപ്രസിദ്ധമായ ഡൽഹി മദ്യനയ കേസിൽ മുൻ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിതയ്ക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയിൽ പരമോന്നത കോടതി തന്നെ ഉയർത്തുന്ന സംശയമാണിത്.
വനിതകൾക്കും രോഗികൾക്കും ജാമ്യം നൽകാവുന്നതാണെന്ന നിയമവ്യവസ്ഥ കവിത വിദ്യാഭ്യാസ സമ്പന്നയാണെന്ന കാരണത്താൽ നിഷേധിച്ചതിനാണ് സുപ്രീം കോടതി ഹൈക്കോടതിയെ വിമർശിച്ചത്. വിദ്യാസമ്പന്നയും പരിഷ്കൃതയുമായ സ്ത്രീക്ക് ജാമ്യത്തിന് അർഹതയില്ലെന്ന് ഡൽഹി ഹൈക്കോടതി ജഡ്ജി സ്വർണ കാന്ത ശർമ്മ, വിചാരണ കോടതി ജഡ്ജി കാവേരി ബവേജ എന്നിവരുടെ നിരീക്ഷണങ്ങളും കടുത്ത ഭാഷയിലാണ് കോടതി നിഷേധിച്ചത്. കേസിൽ വേണ്ട തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണത്തിന് കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരാണ് ജാമ്യം അനുവദിച്ചത്. സുപ്രീം കോടതിയിൽ നിന്നുള്ള ഇത്തരം വിമർശനം ഏറ്റുവാങ്ങിയവർ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ മുന്നോട്ടു പോകുന്നത് നീതി നിർവഹണ സംവിധാനത്തിന് അപമാനമല്ലേ? കുപ്രസിദ്ധമായ ഡിവൈൻ കേസിലും സമാനമായ വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. 2008 മാർച്ച് 11 കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച നിയമവിരുദ്ധമായ ഉത്തരവിനെയും അതിന്റെ വെളിച്ചത്തിൽ ഉണ്ടായ പ്രത്യേക അന്വേഷണ സംഘത്തെയും ഇന്ത്യയുടെ പരമോന്നത കോടതി റദ്ദാക്കി. സുപ്രീം കോടതി ജഡ്ജിമാരായ MH കബാഡിയ, B സുദർശന റെഡ്ഡി എന്നിവർ വിധിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജി K പത്മനാഭൻ നായർ 2006 മാർച്ച് 10 പുറപ്പെടുവിച്ച ഉത്തരവ് അസാധുവാണെന്നും ഇത് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം അദ്ദേഹത്തിന് ഇല്ലെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടാതെ ചെയ്തതാണെന്നും സ്വാഭാവിക നീതിക്ക് നിരക്കാത്ത നടപടി ആണെന്നും കോടതിയുടെ നടപടിക്രമങ്ങൾക്ക് ചേരാത്തതാണെന്നും വിധി പ്രഖ്യാപിച്ചു. ഇത്തരം വിധികൾ പ്രഖ്യാപിക്കുന്നവർക്ക് നിർബാധം തുടരാം എന്ന് വരുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ജഡ്ജിമാരും അക്കൗണ്ടബിൾ ആകേണ്ടതില്ലേ? കൽക്കട്ട ആർജികർ മെഡിക്കൽ കോളേജിൽ ഒരു വനിതാ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ട കേസ് തനിക്കെതിരായ ബ്രഹ്മാസ്ത്രമായി മാറുമോ എന്ന് മമതാ ബാനർജി ഭയപ്പെടുന്നതിന്റെ കൃത്യമായ സൂചനകളുണ്ട്. ഡൽഹിയിലെ നിർഭയ സംഭവം നടന്ന് 12 വർഷം പിന്നിടുമ്പോഴാണ് ഈ ക്രൂരത നടന്നതെന്നും അത് നിരാശയും ഭയവും ഉളവാക്കിയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു വരെ പ്രതികരിച്ചിരിക്കുന്നു. കൽക്കട്ട പോലീസിനെ ഉപയോഗിച്ച് തെളിവുകൾ പരമാവധി നശിപ്പിച്ചതായുള്ള ആരോപണം അടക്കം നിലനിൽക്കുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനോട് സർക്കാർ കാണിച്ച മമത വല്ലാത്തതായി. ആർജികർ കോളേജിൽ നിന്നും രാജിവെച്ച അദ്ദേഹത്തെ രാജിക്കത്തിലെ മഷി ഉണങ്ങും മുമ്പ് മറ്റൊരു കോളേജിൽ പ്രിൻസിപ്പളാക്കി. ഈ നടപടി ഭരണകക്ഷിക്ക് അദ്ദേഹത്തോടുള്ള അടുപ്പത്തിന്റെ അടയാളമായി. പോലീസ് അന്വേഷണത്തിനെതിരെ നിശാസമരം നടത്തിയവരെ മുഖ്യമന്ത്രി പരിഹസിച്ചു. വനിതാ ഡോക്ടർ ആത്മഹത്യ ചെയ്തതാകാം എന്ന് സംശയം പ്രകടിപ്പിച്ചു. എല്ലാം ഇപ്പോൾ തിരിച്ചടിക്കുകയാണ്. 2 ദിവസം മുമ്പ് മമത ഡോക്ടറുടെ കുടുംബത്തോട് പരസ്യമായി മാപ്പ് ചോദിച്ചു. ഇപ്പോൾ ജനങ്ങളുടെ കണ്ണുവെട്ടിക്കാൻ ബലാത്സംഗ കേസുകളിൽ വധശിക്ഷ ഉറപ്പാക്കി നിയമനിർമ്മാണം നടത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മികച്ച രീതിയിലുള്ള കേസ് അന്വേഷണത്തിലൂടെ തൃണമൂലിനെ വെള്ളം കുടിപ്പിക്കുന്ന BJPയെ വെട്ടിലാക്കാനാണ് അവർ ഓരോ നീക്കവും നടത്തുന്നത്. CBIയുടെ അന്വേഷണം കൊണ്ട് എന്തേ പ്രതികളെ പിടികൂടുന്നില്ല എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുന്നതും അതിനു വേണ്ടിയാണെന്ന് ജനം മനസ്സിലാക്കുന്നു. ഇനി ബിൽ പാസാക്കിയാൽ ഗവർണർ അംഗീകാരം കൊടുക്കുമോ എന്ന ചോദ്യമുണ്ട്. ഇല്ലെങ്കിൽ അതും വിഷയമാക്കാം എന്നാവും മനസ്സിലിരിപ്പ്. ഇനി അഥവാ അത്തരം ഒരു നിയമം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, കൽക്കത്ത പോലീസ് അല്ലേ അന്വേഷിക്കുന്നത്. വാദിയെ പ്രതിയാക്കില്ലെന്ന് ആര് കണ്ടു? രണ്ടാം പിണറായി സർക്കാർ കണ്ണിൽ ചോരയില്ലാത്ത തീരുമാനങ്ങളുടെ സർക്കാർ ആവുകയാണോ? സർക്കാർ ജീവനക്കാരുടെ മക്കളായ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ലഭിക്കുന്ന കുടുംബ പെൻഷൻ പ്രതിമാസ വരുമാനം 5000 രൂപയായി നിജപ്പെടുത്തുന്ന സർക്കാർ ഉത്തരവ് ഇത്തരത്തിലുള്ളവരോട് കാണിക്കുന്ന കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയാണ്. MLA-മാരുടെ മക്കൾക്ക് ഇല്ലാത്ത ഒരു വ്യവസ്ഥ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് ഇക്കാര്യത്തിൽ ഏർപ്പെടുത്തിയതിലൂടെ സർക്കാർ ക്രൂരത മാത്രമല്ല വിവേചനവും കാണിക്കുന്നു. കുടുംബ പെൻഷൻ കൊടുക്കുന്നതിന് സിവിൽ സർജൻ നൽകുന്ന 3 വർഷ കാലാവധിയുള്ള സർട്ടിഫിക്കറ്റ് ആണോ, സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന സ്ഥിരം സർട്ടിഫിക്കറ്റ് ആണോ ഉപയോഗിക്കേണ്ടത് എന്ന അക്കൗണ്ടന്റ് ജനറലിന്റെ ചോദ്യത്തിന് മറുപടിയായി പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവിലാണ് സർക്കാർ ഈ അനീതി കാണിച്ചത്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി കരയാൻ പോലും ത്രാണിയില്ലാത്ത ഈ മനുഷ്യ കുഞ്ഞുങ്ങളോട് കാണിച്ച ക്രൂരത എത്രയും വേഗം പിൻവലിക്കേണ്ടതാണ്. അവർ അങ്ങനെയായത് അവരുടെ കുറ്റം കൊണ്ടല്ല. അവരെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. അത് നിർവഹിക്കുന്നവർക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതിരിക്കുവാൻ മിക്കവാറും മാതാപിതാക്കൾ തങ്ങൾക്ക് കഴിയുന്ന തുക അവരുടെ പേരിൽ സ്ഥിര നിക്ഷേപമായും മറ്റും ഇടാറുണ്ട്. അതിന്റെ പലിശയ്ക്കൊപ്പം കുടുംബ പെൻഷൻ കൂടി കിട്ടുമല്ലോ എന്ന ചിന്തയാണ്
അവർക്ക് അവസാന കാലത്ത് സാന്ത്വനമാകുന്നത്. അത് സർക്കാർ തച്ചുടയ്ക്കരുത്. ആ കുഞ്ഞുങ്ങളെ കരുതണം, അവർക്ക് കാവലാവണം. അവരുടെ കുടുംബ പെൻഷൻ തടയുന്നത് ഏറ്റവും അവസാനത്തെ ക്രൂര പ്രവൃത്തിയാവണം. ഷിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.